Hello, my dear students. Welcome back to my channel Ncert Malayalam. അപ്പോൾ ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ രാവിലെയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ക്ലാസ് 8 NCERTയുടെ ഹിസ്റ്ററിയിൽ ചാപ്റ്റർ 8 വുമൻ, കാസ്റ്റ് ആൻഡ് റിഫോം എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്ത്രീകളും അതുപോലെ തന്നെ ജാതിയും അതുപോലെ തന്നെ റിഫോം എന്ന് വെച്ചാൽ നവോത്ഥാനങ്ങൾ, അതായത് കുറേ മാറ്റം വരുത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ നവോത്ഥാന നേതാക്കൾ എന്ന് പറയുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ ലൈക്ക് രാജാറാം മോഹൻ റോയ്, നിങ്ങളുടെ ഏർലിയർ ക്ലാസ്സസിൽ അല്ലെങ്കിൽ ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ടാകും. രാജാറാം മോഹൻ റോയ് നല്ലൊരു ആക്ടിവിസ്റ്റ് പോലത്തെ ഒരാളാണ്. അദ്ദേഹമാണ് സതി എന്ന് പറയുന്ന ഒരു ആചാരത്തെ, അതായത് ഭർത്താവ് മരിച്ചാൽ സ്ത്രീകളെ ഇങ്ങനെ ചിതയിൽ ചാടി മരിക്കണം എന്ന് പറയുന്ന ഒരു ആചാരത്തെ അദ്ദേഹമാണ് ഫുള്ളി ഇങ്ങനെ ഒഴിവാക്കിയ ഒരാളാണ് അദ്ദേഹം. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ റിഫോമേഴ്സ് അല്ലെങ്കിൽ നവോത്ഥാന നേതാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി ദ പാർട്ട് 1. ഓക്കെ. Women, Caste and Reform, Chapter 8. Have you ever thought of how children lived about 200 years ago? Nowadays, most girls from middle-class families go to school and often study with boys. അല്ലേ, നിങ്ങൾക്കറിയോ പണ്ട് കാലത്ത് കുട്ടികളൊക്കെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് 200 വർഷങ്ങൾക്ക് മുന്നേ? ഇന്നത്തെ കാലത്താണെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഏകദേശം മിഡിൽ ക്ലാസ് ഫാമിലീസിലുള്ള ആൾക്കാർ പോലും സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ബോയ്സിൻ്റെ കൂടെ എന്തുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട്. On growing up, many of them go to colleges and universities and take up jobs after that. ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ച് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ അവർ തന്നെ തിരഞ്ഞെടുക്കും. They have to be adults before they are legally married, and according to the law they can marry anyone like any caste or community, and widows can remarry too. സോ ഇങ്ങനത്തെ ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അഡൾട്ട്സ് എന്താണ് അവർക്കുള്ള ഗുണം? അവർക്ക് ലീഗലി മാരീഡ് ആവാൻ ഒരു ഏജ് വേണം. അഡൾട്ട്സ് ആയതിനു ശേഷമേ അല്ലെങ്കിൽ 18 ഇയേഴ്സിന് ശേഷമേ അവർക്ക് ലീഗലി മാരേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ലോ, അല്ലെ, നിയമപ്രകാരം എന്താണ്, അവർക്ക് ആരെയും വിവാഹം കഴിക്കാം. അതായത് ഏത് ജാതി, ഏത് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ വിഡോസിനാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഭർത്താവ് മരിച്ച ആൾക്കാർക്കാണെങ്കിൽ പോലും വീണ്ടും ഒരു കല്യാണം കഴിക്കാനുള്ള അവകാശം കാര്യങ്ങളൊക്കെ ഉണ്ട്. All women, like all men, can vote. Of course, those rights are not actually enjoyed by all. അല്ലേ, അതായത് എല്ലാ പുരുഷന്മാരെ പോലെ എല്ലാ സ്ത്രീകൾക്കും എന്തുണ്ട്, വോട്ടവകാശത്തിനുള്ള ഒരു റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇതങ്ങ് ഡൈജസ്റ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ഇത് എൻജോയ് ചെയ്യുന്നില്ല. കാരണം സ്ത്രീകൾക്ക് വോട്ടവകാശം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആർക്കൊന്നും പിടിക്കൂലല്ലോ പണ്ടത്തെ കാലത്തൊക്കെ. Poor people have little or no access to education, and in many families women cannot choose their husbands. ഇനി പാവപ്പെട്ട ആൾക്കാരാണട്ടെ അവർക്ക് ഇങ്ങനെ എഡ്യൂക്കേഷന് നമുക്ക് സ്വീകരിക്കാനുള്ള ആക്സസ് ഇല്ല. ചെറിയ ഫാമിലീസിന് ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ വുമൻസിനാണെങ്കിൽ അവരുടെ ഹസ്ബൻഡ്സിനെ പോലും ചൂസ് ചെയ്യാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. 200 years ago things were very different. Most children were married off at early age. അല്ലേ, 200 വർഷങ്ങൾക്ക് മുന്നാണെങ്കിൽ ഇങ്ങനത്തെ ഒരവസ്ഥയായിരുന്നില്ല. കാരണം ചെറിയ ഏജിലാണ് നമ്മളെല്ലാവരെയും കുട്ടികളൊക്കെ മാരി ചെയ്യിപ്പിക്കുന്നത്. ബോത്ത് ഹിന്ദു ആൻഡ് മുസ്ലിംസ് മെൻ കുഡ് മാരി മോർ ദാൻ വൺ വൈഫ്. അപ്പോൾ ഹിന്ദു മുസ്ലിം അവിടുത്തെ പുരുഷന്മാർക്കാണെങ്കിൽ ആട്ടെ ഒരു ഭാര്യയിൽ കൂടുതൽ കല്യാണം കഴിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ ഒരാളെ കൂടുതൽ കല്യാണം കഴിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഇൻ സം പാർട്സ് ഓഫ് ദ കൺട്രി, ഓക്കെ, then widows are praised if they choose death by burning themselves on the funeral pyre of their husbands. അപ്പോൾ നമ്മളെ കൺട്രിയിലാവട്ടെ അല്ലെങ്കിൽ ചില കൺട്രിയിലാവട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഭർത്താവ് മരിച്ച സ്ത്രീകൾ അവരെ അങ്ങനെ പുകഴ്ത്തി പറയും. they were praised, അവരെ പുകഴ്ത്തി പറയും. എന്തിന്? അവരുടെ ആ ഒരു ഡെത്ത് അല്ലെങ്കിൽ അവരുടെ മരണം എങ്ങനെ ചൂസ് ചെയ്താൽ, അവരുടെ ഭർത്താവ് മരിച്ച് ആ ചിതയിൽ തന്നെ ചാടിയാൽ, അങ്ങനെ മരണം ചൂസ് ചെയ്താൽ അവരെ പറ്റി ഇങ്ങനെ വാങ്ങോളം പുകഴ്ത്തി പറയും, അല്ലെങ്കിൽ അവരെ പറ്റി പ്രൈസ് ചെയ്യപ്പെടും. Women who died in this manner, whether willingly or otherwise, were called sati, meaning virtuous woman. അതായത് വുമൻ, ഈ സ്ത്രീകൾ ഇങ്ങനെ മരിക്കപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ മരിക്കുന്ന സ്ത്രീകളെ എങ്ങനെയാണ് അവരെ ഇങ്ങനെ വിർച്വസ് വുമൺ ആയിട്ട്, അതായത് അത്രയ്ക്കും സദ്ഗുണ സമ്പന്നയായിട്ടുള്ള സ്ത്രീ ആയിട്ടാണ് അവരെ പ്രഖ്യാപിക്കുക. അങ്ങനത്തെ ഒരു ആചാരത്തെയാണ് നമ്മൾ സതി എന്ന് പറയുന്നത്. സതിയാണ് ചിതയിൽ ചാടി, ഭർത്താവ് മരിച്ചാൽ സ്ത്രീകളെ ചിതയിൽ ചാടി മരിക്കുക എന്നുള്ളത്, ആ ഒരു ആചാരത്തെയാണ് സതി എന്ന് പറയുന്നത്.
Women's right to property were also restricted. Besides, most women had virtually no access to education. അവർക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് അവർക്കുള്ള ഒരു അവകാശം, സ്വത്തവകാശം അല്ലെങ്കിൽ അവർക്ക് ഒരു ലാൻഡിൻ്റെ അവകാശം ഒക്കെ അവർക്ക് ഡിനൈ ചെയ്തിരുന്നു, അവർക്ക് വേണ്ട, റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു. അവർക്ക് പിന്നെ എഡ്യൂക്കേഷന് ആക്സസ് ഉണ്ടായിരുന്നില്ല. ഇൻ മെനി പാർട്സ് ഓഫ് ദ കൺട്രി പീപ്പിൾ ബിലീവ്ഡ് ദാറ്റ് ഇഫ് എ വുമൻ വേഴ്സ് എഡ്യൂക്കേറ്റഡ് ഷീ വുഡ് ബിക്കം എ വിഡോ. ഇനി ചില സ്ഥലങ്ങളിലാവട്ടെ ഒരു സ്ത്രീ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അവർ വിദ്യാഭ്യാസ സമ്പന്നയാണെങ്കിൽ അവൾ എന്താകും, അവൾ വേഗം തന്നെ വിഡോ ആകും, അതായത് അവൾ ഭർത്താവ് മരിച്ച സ്ത്രീയെ പോലെ ആവും എന്നാണ് പറയുന്നത്. Differences between men and women were not only ones in the societies. In most regions, people were divided along line of caste. Brahmins and Kshatriyas considered themselves as upper caste. So differences എന്ന് പറയുന്നത് സ്ത്രീകളിലെ പുരുഷനിലും ആ ഒരു ഡിഫറൻസ് ഇത് മാത്രമല്ല. ഇനിയിപ്പോൾ നമ്മുടെ പല റീജിയൻസിലാണെങ്കിൽ ആളുകളെ തന്നെ, അതായത് നമ്മുടെ ലോക്കൽസ്, അതായത് പീപ്പിൾസിനെ തന്നെ എന്താക്കി, നമ്മുടെ കാസ്റ്റിൻ്റെ ഒരു ജാതിയുടെ ബേസിസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരുമാണ് അവരെ അപ്പർ കാസ്റ്റ് എന്ന് തന്നെ അവരെന്നെ വിളിക്കാറുണ്ടായിരുന്നത്. അതേഴ്സ് ആയിട്ടുള്ള ട്രേഡേഴ്സ്, മണി ലെൻഡേഴ്സ്, അതായത് വൈശ്യന്മാർ, മണി ലെൻഡേഴ്സ്, കടം കൊടുക്കുന്ന ആൾക്കാർ നമ്മൾ വൈശ്യന്മാരെന്ന് പറയുന്നു. അതൊക്കെ അവരുടെ ശേഷമാണ്, അതായത് ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും കഴിഞ്ഞതിന് ശേഷമാണ് ഈ ട്രേഡേഴ്സും മണി ലെൻഡേഴ്സും. ഇനി ചില പെസൻസ്, അതായത് നമ്മുടെ കൃഷിക്കാർ, അതുപോലെ തന്നെ ആർട്ടിസൻസ് സച്ച് ആസ് വീവേഴ്സ് ആൻഡ് പോട്ടേഴ്സ് അല്ലേ, അതായത് ഇങ്ങനെ നെയ്ത്തുകാരും അതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ പോട്ടേഴ്സും, അതായത് അവരെ ശുദ്രാസ് എന്നാണ് പറയുക. അവരൊക്കെ വേറൊരു ടൈപ്പ് ഓഫ്, അതിന് ശേഷമാണ് അവർ വരുന്നത്. ആദ്യം ബ്രാഹ്മണന്മാർ, ക്ഷത്രിയന്മാർ, പിന്നെ പറയുന്നത് വൈശ്യന്മാർ, അതായത് ട്രേഡേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ്, പിന്നെ പറയുന്നത് ശുദ്രാസ്, അതായത് പെസൻസ്, ആർട്ടിസൻസ്, വീവേഴ്സ് ആൻഡ് പോട്ടേഴ്സ് ഒക്കെ. At the lowest rung were those who labored to keep cities and villages clean and worked at jobs that upper caste considered polluting. That is, it could be lead to loss of caste status. So അതിന് ഏറ്റവും ലോവസ്റ്റിൽ വരുന്നത് നമ്മുടെ സിറ്റീസും വില്ലേജസും ഒക്കെ ക്ലീൻ ചെയ്യുന്ന, ആ ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അവരെന്ന് വെച്ചാൽ അവരെയാണ് അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാർ പൊല്യൂട്ടിങ്, അല്ലെങ്കിൽ ഇങ്ങനെ അതായത് ഇങ്ങനെ പൊല്യൂട്ട് ചെയ്യപ്പെടുന്ന, മലിനീകരിക്കുന്ന അവരെ എന്നുള്ള രീതിയിൽ കാണുന്ന ആൾക്കാർ അവരെ ആയിരുന്നു, അതായത് ലോവസ്റ്റ് സ്റ്റാറ്റസിലുള്ള ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാരായിരുന്നു. ദ അപ്പർ കാസ്റ്റ് ഓൾസോ ട്രീറ്റഡ് മെനി ഓഫ് ദീസ് ഗ്രൂപ്പ്സ് അറ്റ് ബോട്ടം ആസ് അൺടച്ചബിൾ. അപ്പോൾ അപ്പർ കാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഗ്രൂപ്പ്സിനെ അൺടച്ചബിൾ, അല്ലെങ്കിൽ തൊട്ട് തീണ്ടാത്ത ആൾക്കാർ എന്നാണ് അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അൺടച്ചബിൾസ്. ഓക്കെ, ദേ വർ നോട്ട് അലൗഡ് ടു എൻറ്റർ ടെമ്പിൾസ്, ഡ്രോ വാട്ടർ ഫ്രം ദ വെൽസ് യൂസ്ഡ് ബൈ ദ അപ്പർ കാസ്റ്റ് ഓർ ബാത്ത് ഇൻ പോണ്ട്സ് വേർ അപ്പർ കാസ്റ്റ് ബാത്ത് അല്ലേ, അതായത് അവർക്ക് ഇങ്ങനെ അമ്പലത്തിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ കോമൺ വെല്ലുകൾ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കുളിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവരെ കുളിക്കുന്ന ആ ഒരു പോണ്ട്സിലൊന്നും അവർക്ക് കുളിക്കാനുള്ള അവകാശം ഒന്നും ഉണ്ടായിരുന്നില്ല. ദേ വേർ സീൻ ആസ് ഇൻഫീരിയർ ഹ്യൂമൻ ബീങ്സ്. അവരെന്ന് പറയുമ്പോൾ ഇൻഫീരിയർ ഹ്യൂമൻ ബീങ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്, അതായത് താഴെയുള്ള, അതായത് അവർക്കൊന്നും ചെയ്യാനൊരു അവകാശം ഉണ്ടായിരുന്നില്ല. അതാണ് അതിൻ്റെ മീനിങ്. Over the 19th and 20th centuries, many of these norms and perceptions slowly changed. Let us see how this happened. അപ്പോൾ 19th സെഞ്ച്വറിയൊക്കെ എത്തിയപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. വർക്കിംഗ് ടുവേർഡ്സ് ചേഞ്ച്, ദാറ്റ്സ് ദ നെക്സ്റ്റ് ടോപ്പിക്. From the early 19th century, we find debates and discussions about social customs and practices taking on as a new character. One important reason for this was the development of new forms of communication. So 19th century തുടക്കത്തിലാവട്ടെ ഒരുപാട് ഡിബേറ്റുകളും ചർച്ചകളും ഡിബേറ്റ്സും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ പറ്റി, ഇങ്ങനത്തെ സോഷ്യൽ കസ്റ്റംസിനെ പറ്റിയും പ്രാക്ടീസസിനെ പറ്റിയും ഒക്കെ അത് പുതിയൊരു വിഷയം തന്നെ ആക്കിയിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനകത്തുള്ള ഏറ്റവും വലിയ, അത് ഇങ്ങനെ വരാൻ തന്നെ ഉള്ള വലിയൊരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ ഇങ്ങനെ ഓരോ ആൾക്കാരുമായിട്ടുള്ള ബന്ധം അത് ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു. പുതിയ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് വന്നു. അപ്പോൾ ഏതൊക്കെയായിരുന്നു ആ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഫോർ ദ ഫസ്റ്റ് ടൈം ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ലീഫ്ലെറ്റ്സ് ആൻഡ് പാംപ്ലെറ്റ്സ് വർ പ്രിന്റഡ്. അപ്പോൾ ഇങ്ങനത്തെ ബുക്സും ന്യൂസ് പേപ്പേഴ്സും അതുപോലെ തന്നെ ലീഫ്ലെറ്റ്സോ ഒക്കെ എന്തായി പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഇറ്റ്സ് എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദേ വർ ഫാർ ചീപ്പർ ആൻഡ് ഫാർ മോർ അക്സസിബിൾ ദാൻ ദ മാനുസ്ക്രിപ്റ്റ്സ് ദാറ്റ് യു ഹാവ് റീഡ് അബൌട്ട് ഇൻ ക്ലാസ് 7th. ഇത് കുറച്ചും കൂടി ചീപ്പർ ആയിരുന്നു, അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും ആക്സസിബിൾ ആയിരുന്നു, അതായത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇത് ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു, അതായത് കൈവരിക്കാൻ പറ്റുമായിരുന്നു. എങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മാനുസ്ക്രിപ്റ്റ്സ് എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതായത് നമ്മൾ കൈകൊണ്ട് എഴുതുന്നതിനാണ് നമ്മൾ റിട്ടൺ ബൈ ഹാൻഡിനെയാണ്, അതായത് ദോസ് സ്ക്രിപ്റ്റ്സ് വിച്ച് ആർ റിട്ടൺ ബൈ ഹാൻഡ്, അതിനെയാണ് നമ്മൾ മാനുസ്ക്രിപ്റ്റ്സ്
എന്ന് പറയുന്നത്. അതിനേക്കാണെങ്കിൽ കുറച്ചും കൂടി ചീപ്പറും ആയിരുന്നു, കുറച്ചും കൂടി ആക്സസിബിൾ ആയിരുന്നു, അല്ലെങ്കിൽ കൈവരിക്കാൻ പറ്റുന്നവയായിരുന്നു. Therefore, ordinary people could read these and many of them could also write and express their ideas in their own languages. So, ordinary people ഇത് വാങ്ങാനും ഇത് വായിക്കാനും അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ എഴുതാനും ഒക്കെ, അതായത് സാധാരണക്കാരുടെ ലെയ്മൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ലെയ്മൻ ടേംസിലൊക്കെ എഴുതാനുള്ള ഒരു ആക്സസ് ഉണ്ടായിരുന്നു. All kinds of issues, social, political, economic and religious, could now be debated and discussed by men and sometimes by women as well as in new cities. അപ്പോൾ ഇതിന് ശേഷം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്കൽ ഇഷ്യൂസൊക്കെ അവർ എന്ത് ചെയ്തു, പുരുഷന്മാരും സ്ത്രീകളൊക്കെ കൂടിയിട്ട് അവർ ഡിബേറ്റ് ചെയ്യാൻ തുടങ്ങി. The discussions could reach out a wider public and they could become linked to movements for social change. അപ്പോൾ ഈ വക ഡിസ്കഷൻസൊക്കെ നമ്മൾ പബ്ലിക്കിൻ്റെ ഇടയിലൂടെ ആവുന്നതുകൊണ്ട് തന്നെ കൂടുതലും എന്താണെന്ന് വെച്ചാൽ അതൊരുപാട് സോഷ്യൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നവയായിരുന്നു. So next paragraph, these debates were often initiated by the Indian reformers and reform groups. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഡിബേറ്റ്സ് ഒക്കെ റിഫോമേഴ്സ് അല്ലെങ്കിൽ നവോത്ഥാന നേതാക്കളും അല്ലെങ്കിൽ നവോത്ഥാന ഗ്രൂപ്പുകളും ആയിരുന്നു. One such reformer was Rajaram Mohan Roy, 1772 to 1833. He found a reform association known as Brahma Sabha, which later known as Brahma Sabha in Calcutta. People such as Rajaram Mohan Roy were described as reformers because they felt that changes were necessary in society and unjust practices needed to be done away with. So Rajaram Mohan Roy ആയിരുന്നു ഇങ്ങനത്തെ റിഫോമേഴ്സിലെ ഒരാൾ. അദ്ദേഹത്തിൻ്റെ ജനനവർഷം 1772 to 1833 ആയിരുന്നു. അദ്ദേഹമാണ് ബ്രഹ്മ സമാജ് എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അസോസിയേഷൻ്റെ ഫൗണ്ട് ചെയ്തത്. അത് പിന്നെ ലേറ്റർ അത് ബ്രഹ്മസഭ എന്നുള്ളത് ബ്രഹ്മ സമാജായി മാറുകയായിരുന്നു കൽക്കത്തയിൽ. അപ്പോൾ നമ്മുടെ രാജാറാം മോഹൻ റോയ് പോലത്തെ ആൾക്കാർ നമ്മൾ റിഫോമേഴ്സ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം ഇങ്ങനത്തെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ നെസസറിയാണ്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ അത് അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? ആൻഡ് അൺജസ്റ്റ് പ്രാക്ടീസസ് നീഡഡ് ടു ബി ഡൺ അവേ വിത്ത്, അല്ലേ? അതായത് ഇങ്ങനത്തെ വേണ്ടാത്ത പ്രാക്ടീസസൊക്കെ നമുക്ക് ഒഴിവാക്കാൻ, നീഡഡ് ടു ബി അവേ വിത്ത് എന്ന് വെച്ചാൽ ഒഴിവാക്കാൻ ഇങ്ങനത്തെ ഓരോരോ ചേഞ്ചസ് അത്യാവശ്യമായിരുന്നു എന്നാണ് രാജാറാം മോഹൻ റോയ് പോലെയുള്ള റിഫോമേഴ്സിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ അവരുടെ ഐഡിയ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ അങ്ങനെയായിരുന്നു. They thought that the best way to ensure such changes was by persuading people to give up all practices and adopt a new way of life. അവർ വിചാരിച്ചത് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് വേ, അതായത് ഇങ്ങനത്തെ ഒരു നല്ലൊരു മാറ്റമുള്ള സൊസൈറ്റി എന്നുള്ളതിൻ്റെ ബെസ്റ്റ് വേ എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ അവരുടെ ഓൾഡർ പ്രാക്ടീസസ്, ഇങ്ങനത്തെ സതി പോലത്തെ പ്രാക്ടീസസ് ഒക്കെ അവർ ഗിവ് അപ്പ് ചെയ്യണം, അല്ലേ? അവരെ പ്രേരിപ്പിക്കണം, പെർസ്വേഡ് പീപ്പിൾ ടു ഗിവ് അപ്പ്, അല്ലേ? അങ്ങനെ അവരെ മാറ്റാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കണം, പെർസ്വേഡ് ചെയ്യണം. എന്നിട്ടൊരു പുതിയ വേ ഓഫ് ലൈഫ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഒരു സൊസൈറ്റിയെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ എന്നാണ് അവരെ റിഫോമേഴ്സ് ആയിട്ടുള്ള രാജാറാം റോയ് പോലുള്ള ആൾക്കാരുടെ ഒരു ഇൻറ്റൻഷൻ അങ്ങനെയായിരുന്നു. ഇനി Rajaram Mohan Roy was keen to spread the knowledge of Western education in the country and bring about a greater freedom and equality for women. So Rajaram Mohan Roy അദ്ദേഹത്തിൻ്റെ ഓരോ നോളേജ് എന്ത് ചെയ്തു, അതായത് വെസ്റ്റേൺ നോളേജ് നമ്മുടെ കൺട്രിയിൽ എല്ലാവരിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ അത് ഒരുപാട് ഫ്രീഡവും അതുപോലെ തന്നെ സ്ത്രീകളിൽ ഒരുപാട് ഇക്വാലിറ്റി അല്ലെങ്കിൽ റൈറ്റ് അത് കൊണ്ടുവരികയും ചെയ്തു. ഹി റോട്ട് അബൌട്ട് ദ വേ വുമൻ were forced to bear the burden of domestic work, confined to the home and kitchen, not allowed to move out and become educated. സോ അദ്ദേഹം കൂടുതലും വുമൻസിനെ പറ്റിയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് സ്ത്രീകളെ ഇങ്ങനെ അടിച്ചമർത്തുക, എന്തിന്? വീട്ടിലെ ജോലികൾ, ഡൊമസ്റ്റിക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരെ വീടിൻ്റെ ഉള്ളിൽ തളച്ചിടുക, കൺഫൈൻഡ് ടു ഹോം, കിച്ചണിലും വീട്ടിലും തളച്ചിടുക, അതുപോലെ തന്നെ അവരെ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ അനുവദിക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെയായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ചേഞ്ചിങ് ദ ലൈഫ്സ് ഓഫ് വിഡോസ്, അതായത് ഇങ്ങനത്തെ വിധവകളുടെ ജീവിത മാറ്റങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. Rajaram Mohan Roy was particularly moved by the problems widows faced in their lives. He began a campaign against practice of sati. അപ്പോൾ രാജാറാം മോഹൻ റോയ് ആണെങ്കിൽ ഇങ്ങനെ വിഡോസിനെ പറ്റി പഠിക്കുകയും അവരെ ഫേസ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ അദ്ദേഹം നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഈ പ്രാക്ടീസ് ഓഫ് സതിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാജാറാം മോഹൻ റോയ് വാസ് വെൽ വേഴ്സ്ഡ് ഇൻ സാൻസ്ക്രിറ്റ്, പേർഷ്യൻ ആൻഡ് സെവറൽ അതർ ഇന്ത്യൻ ആൻഡ് യൂറോപ്യൻ languages. He tried to show through his writings that the practice of widow burning has no sanction in ancient texts.
സോ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് അദ്ദേഹം വെൽ വേഴ്സ്ഡ് ആയിരുന്നു, അദ്ദേഹം അത്രയ്ക്ക് വിവരമുള്ളവനായിരുന്നു, അറിവുള്ളവനായിരുന്നു. എന്തിൽ? സാൻസ്ക്രിറ്റ് ലാംഗ്വേജിൽ, പേർഷ്യൻ ലാംഗ്വേജിൽ, അതുപോലെ തന്നെ സെവറൽ ഇന്ത്യൻ യൂറോപ്യൻ ലാംഗ്വേജിലൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര അറിവായിരുന്നു. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആൻഷ്യൻ ടെക്സ്റ്റുകൾ അല്ലേ, ആൻഷ്യൻ പഴയ പുരാണങ്ങളിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, പുരാണങ്ങളൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ അതിനകത്തൊന്നും പ്രാക്ടീസ് ഓഫ് ബേണിങ്, വിഡോ ബേണിംഗ് ഒന്നും ഇല്ല, അതായത് അതിനൊന്നും യാതൊരു അനുമതിയില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. അതായത് സ്ത്രീകളെ ഇങ്ങനെ അങ്ങനെ കത്തിച്ച് കളയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സതി പ്രാക്ടീസസിനെ പറ്റി സ്ത്രീകൾ ഇങ്ങനെ അവരുടെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും പഴയ ആൻഷ്യൻ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് പുരാതന ടെക്സ്റ്റ് ബുക്സിലൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തു. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. By the early 19th century, as you have read in chapter 7, many British officials had also begun to criticize Indian traditions and customs. They were therefore more willing to listen to Ramohan, who was reputed to be a learned man. In 1829, Sadi was banned. So, ഇനി 19th century തുടക്കത്തിലാവട്ടെ, നമ്മൾ ചാപ്റ്റർ 7 വായിച്ച പോലെ തന്നെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ട്രഡീഷൻസിനെയും ഇന്ത്യയിലെ ഓരോ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒന്നുകൂടി ക്രിട്ടിസൈസ് ചെയ്തു, അല്ലെങ്കിൽ വിമർശിച്ചു. കാരണം ഇതൊക്കെ എന്ത് പൊട്ടത്തരാണെന്ന രീതിയിൽ വിമർശിച്ചു. അവസാനം എന്ത് ചെയ്തു, ഇങ്ങനത്തെ റാംമോഹൻ പോലത്തെ ആൾക്കാരുടെ ആ ഒരു ആഗ്രഹം പോലെ നടന്നു. അതായത് അദ്ദേഹം ഒരു ലേൺഡ് മാൻ ആണല്ലോ, അപ്പോൾ അദ്ദേഹം പഠിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാവും, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ശരിയാണെന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലായി. അങ്ങനെ 1829 സംഭവിച്ചു, സതി എന്ന് പറയുന്ന ഒരു ആചാരം അല്ലെങ്കിൽ ഒരു കസ്റ്റം എന്തായി, അബോളിഷ്ഡ് അല്ലെങ്കിൽ ബാൻ ചെയ്തു, അല്ലെങ്കിൽ നിർത്തലാക്കി. So, the next paragraph പറയുന്നത്, the strategy adopted by Ram Mohan was used by the later reformers as well. Whenever they wished to challenge a practice that seemed harmful, they tried to find a verse or sentence in the ancient sacred text that supported their point of view. സോ ഇങ്ങനത്തെ സ്ട്രാറ്റജി, അതായത് ഇങ്ങനെ ആൻഷ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദമാക്കി കൊടുക്കുന്നതിന് അങ്ങനത്തെ ഒരു പ്രാക്ടീസാണ് ബാക്കിയുള്ള വരുന്ന റിഫോമേഴ്സൊക്കെ ചെയ്തത്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഓരോ പ്രാക്ടീസ് ചാലഞ്ചസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആൻഷ്യൻ സീക്രട്ട് ടെക്സ്റ്റിൽ അല്ലെങ്കിൽ പുരാതന ഇങ്ങനത്തെ ഹോളി ബുക്സിനകത്ത് പോയിട്ട് അതിൽ ഓരോ സെൻറ്റൻസ് അല്ലെങ്കിൽ ഓരോ ഫ്രേസൊക്കെ നോക്കിയിട്ട് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ മാറ്റങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. They then suggested that the practice as it existed at present was against early tradition. അതായത് അവർ പറയുന്നു, അതായത് മുൻപേ ഉണ്ടായിരുന്ന ഈ പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ട്രഡീഷന്, ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രാക്ടീസസ് എന്ന് പറയുന്നത് പഴയ ഉണ്ടായിരുന്ന ട്രഡീഷന് എഗെയിൻസ്റ്റ് ആണെന്ന് അവർ പ്രൂവ് ചെയ്തു. സോ ദിസ് ഈസ് ഒരു പ്രാക്ടീസാണ്. അതായത് പണ്ടത്തെ കാലത്ത് ഹുക്ക് സ്വിങ്ങിങ് ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ ഇൻ ദ പോപ്പുലർ ഫെസ്റ്റിവൽ ഡിവോട്ടീസ് അണ്ടർവെന്റ് എ പെക്യുലിയർ ഫോം ഓഫ് സഫറിങ് ആസ് എ പാർട്ട് ഓഫ് റിച്വൽ വർഷിപ്പ്. സോ ഇതൊരു പോപ്പുലർ ഫെസ്റ്റിവലാണ്. അതായത് ഹുക്ക് സ്വിങ്ങിങ് ഫെസ്റ്റിവൽ ഈസ് എ പോപ്പുലർ ഫെസ്റ്റിവൽ. ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഡിവോട്ടീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആരാധകർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരൊരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ പെക്യുലിയർ ആയിട്ടുള്ള ഒരു സഫറിങ്ങിൽ അവർ അനുഭവപ്പെടുന്നുണ്ട്. ഈ റിച്വൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തായിരുന്നു സഫറിങ്, അവരുടെ സ്കിന്നിലൂടെ ഹുക്സ് പ്ലേസ് ചെയ്യും. അതായത് ഇങ്ങനെ ഓരോരോ ഹുക്കുകൾ ഇട്ടിട്ട് അവരുടെ സ്കിന്നിലൂടെ ഇട്ടിട്ട് അവരെന്ത് ചെയ്തു, ഒരു വീലിൽ അല്ലെങ്കിൽ ഒരു ചക്രത്തിൽ അവരെന്നെ ഇങ്ങനെ സ്വങ് ചെയ്യും അല്ലേ, അവരെന്നെ ഇങ്ങനെ ആടും. ഇൻ ദ early 19th century, when European officials began criticizing Indian customs and rituals as ബാർബാരിക് അല്ലേ, അതായത് ഏർലി 19th സെഞ്ച്വറിയിൽ നമ്മുടെ ബ്രിട്ടീഷേഴ്സൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇന്ത്യൻ കസ്റ്റംസിനെ ബാർബാരിക് ആയിട്ട് അല്ലെങ്കിൽ പ്രാകൃതമായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ റിച്വൽസൊക്കെ പ്രാകൃതമാണ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി. അതിന് ശേഷമാണ് ഈ ഹുക്ക് ഇങ്ങനെ സ്കിന്നിൽ ഇങ്ങനെ പിയേഴ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഘടിപ്പിച്ചിട്ടുള്ള ആ ഫെസ്റ്റിവൽ ഇങ്ങനെ ആടുന്ന ആ ഫെസ്റ്റിവൽ എന്ത് ചെയ്തത് അവർ നിർത്തലാക്കിയത്. നമ്മുടെ ബ്രിട്ടീഷേഴ്സും കൂടെ കൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി പറയുന്നത് വി ഫസ്റ്റ് ടൈ ദം ഡൗൺ ടു ദ പൈൽ. അപ്പോൾ ഈ സോഴ്സ് വണ്ണിലെ കാര്യം എന്ന് പറയുന്നത് സതിയിലെ ഒരു പ്രത്യേകതരം ഒരു കാര്യത്തെ പറ്റിയാണ്. നമ്മൾ വി ഫസ്റ്റ് ടൈ ദം ഡൗൺ ടു എ പൈൽ, നമ്മൾ ഫസ്റ്റ് അവരെ ഒരു മരത്തൂണിലേക്ക് കെട്ടിയിടും എന്നതാണ് ഈ ഒരു ഫ്രേസിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. രാജാറാം മോഹൻ റോയ് പബ്ലിഷ്ഡ് മെനി പാംഫ്ലെറ്റ്സ് ടു സ്പ്രെഡ് ഹിസ് ഐഡിയാസ്. സം ഓഫ് ദീസ് വെർ റിട്ടൺ ആസ് ഡയലോഗ് ബിറ്റ്വീൻ ദ അഡ്വക്കേറ്റ് ആൻഡ് ക്രിട്ടിക് ഓഫ് എ ട്രഡീഷണൽ പ്രാക്ടീസ്. ഹിയർ ഈസ് വൺ സച്ച് ഡയലോഗ് ഓൺ സതി. സോ രാജാറാം മോഹൻ റോയ് എന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് പാംഫ്ലെറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് മാഗസിൻസ് അദ്ദേഹം എഴുതി. എന്നിട്ട് എന്തിനാണ് എഴുതിയത്,
അദ്ദേഹം ഒരു ഡയലോഗായിട്ട് എഴുതിയത് ആര് തമ്മിൽ, ഒരു അഡ്വക്കേറ്റും അതുപോലെ തന്നെ ഒരു വിമർശകൻ, ഒരു ട്രഡീഷണൽ പ്രാക്ടീസിൻ്റെ വിമർശകനും തമ്മിലുള്ള കോൺവെർസേഷൻ പോലെയാണ് അദ്ദേഹം ഇത് എഴുതിയത്. ഇങ്ങനെയാണ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്തത്. ഹിയർ ഈസ് വൺ ഓഫ് സച്ച് ഡയലോഗ് ഓൺ സതി. ഇപ്പോൾ ഈ ഒരു ഡയലോഗാണ് ഇപ്പോൾ നമ്മളിവിടെ ഇതാക്കാൻ വേണ്ടി പോകുന്നത്. അഡ്വക്കേറ്റ് ഓഫ് സതി എന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് പറയാണ്, വുമൻസ് ആർ ബൈ നേച്ചർ ആർ ഇൻഫീരിയർ അണ്ടർസ്റ്റാൻഡിങ് വിതൗട്ട് റെസൊല്യൂഷൻ അൺവർത്തി ഓഫ് ടെസ്റ്റ് മെനി ഓഫ് ദം ഓൺ ഡെത്ത് ഓഫ് ദെയർ ഹസ്ബൻഡ്സ് ബിക്കം ഡിസീരിയസ് ഓഫ് അക്കംപാനി ദം ബട്ട് ടു റിമൂവ് എവറി ചാൻസ് ഓഫ് ദെയർ ട്രൈയിങ് ടു എസ്കേപ്പ് ഫ്രം ദ ബ്ലേസിംഗ് ഫയർ ഇൻ ബേണിംഗ് ദം വി ഫസ്റ്റ് ടൈ ദം ഡൗൺ ടു ദ പൈൽ. എന്ന് വെച്ചാൽ ഈ സ്ത്രീകളെല്ലാവരുടെ പൊതുവേ നേച്ചർ എന്ന് പറയുന്നത് അവർ ഇൻഫീരിയർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവർക്ക് പെട്ടെന്നൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അവർക്ക് പ്രത്യേക റെസൊല്യൂഷൻ അല്ലെങ്കിൽ വ്യക്തമായിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അവരെ പെട്ടെന്നൊന്നും നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല, അല്ലെ? അൺവർത്തി ടു ട്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ അത്ര വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് സ്ത്രീകൾ. ചില ആൾക്കാരാവട്ടെ അവരുടെ ഹസ്ബൻഡ്സിന്റെ മരണത്തിന് ശേഷം അവരെന്താ വെച്ചാൽ ദേ ബിക്കം ഡിസൈറസ്. അത് അത്രയ്ക്ക് അവരെ ആഗ്രഹിച്ചിട്ടാണ് അവരുടെ കൂടെ അക്കംപാനി ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂടെ ചാടുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂടെ പോകുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ അവർക്കറിയാം അവരെന്തായാലും പോകുന്ന അറിഞ്ഞിട്ട് പോലും ബട്ട് ടു റിമൂവ് എവറി ചാൻസ് ഓഫ് ദെയർ ട്രൈയിങ് ടു എസ്കേപ്പ് ഫ്രം ബ്ലേസിംഗ് ഫയർ. ഇപ്പോൾ നമുക്ക് ഏതൊരു സ്ത്രീ ആണെങ്കിലും ഇങ്ങനെ ഹസ്ബൻഡ് മരിച്ചിട്ട് അവർ വില്ലിങ് ആണ്, ഇങ്ങനെ സതിയുടെ അതായത് അവരുടെ ചിതയിൽ ചാടാൻ വില്ലിങ് ആണെങ്കിൽ പോലും ചില സമയത്ത് ഈ കത്തി ജ്വലിക്കുന്ന ഫയർ, അതായത് ബ്ലേസിംഗ് ഫയറിൽ അവരെ ചിലപ്പോൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? വി ഫസ്റ്റ് ടൈ ദം ഡൗൺ ടു ദ പൈൽ. അതായത് ഇവരെ ഈ സ്ത്രീകളെ ഒരു മരത്തോണിൽ കെട്ടി വെച്ചിട്ടാണ് അവർ പിന്നെ അവസാനം ഈ ഒരു ചിതയിലേക്ക് അവർ തള്ളിയിടുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് അഡ്വക്കേറ്റ് പറയുന്നത്. ഇനി ഒപ്പോണന്റ് ഓഫ് സതി, അതായത് ക്രിട്ടിക് ഓഫ് സതി പറയുന്നത്, വെൻ യു ഡിഡ് എവർ അഫോർഡ് ദം എ ഫെയർ ഓപ്പർച്യൂണിറ്റി ഓഫ് എക്സിബിറ്റിംഗ് ദെയർ നാച്ചുറൽ കപ്പാസിറ്റി. നിങ്ങൾ എപ്പോഴെങ്കിലും അവരുടെ ഒരു നാച്ചുറൽ കപ്പാസിറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവരെ എത്രത്തോളം അത് അഫോർഡ് ചെയ്യുന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? അതായത് എന്താ നമുക്ക് നോക്കാം. ഹൗ ദെൻ യു ക്യാൻ അക്യൂസ് ദം ഫോർ വോണ്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾക്ക് എങ്ങനെ അവർ അക്യൂസ് ചെയ്യപ്പെടും? അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് എപ്പോഴെങ്കിലും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇഫ് അനദർ ഇൻസ്ട്രക്ഷൻ ഇൻ നോളേജ് ആൻഡ് വിസ്ഡം എ പേഴ്സൺ cannot comprehend or retain what has taught him, we may consider him as deficient. But if you do not educate women, how can you see them as inferior? അങ്ങനെ ചോദ്യം. അതായത് ഒരാളിനെ, അതായത് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ നോളേജ് ആൻഡ് വിസ്ഡം അറിയിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൊഴിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ പേഴ്സൺ കാനോട്ട് കോംപ്രിഹെൻഡ്, അതായത് അയാൾക്ക് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അയാളെ എന്ത് വിളിക്കും? അയാൾ ഡെഫിഷ്യൻ്റ് ആണ്, അയാൾക്ക് പെട്ടെന്ന് തലയിൽ കയറില്ല, അയാൾ പൊട്ടനാണെന്ന് നമ്മൾ പറയും. പക്ഷേ ബട്ട് ഇഫ് യു ഡു നോട്ട് എഡ്യൂക്കേറ്റ് വുമൻ, ഹൗ ക്യാൻ യു സീ ദം ആസ് ഇൻഫീരിയർ? അല്ലേ? നമ്മളൊരാളെ എഡ്യൂക്കേറ്റ് ചെയ്യിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്കൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് അയാളെ ഇൻഫീരിയർ ആയിട്ട് കാണാൻ കഴിയും? അയാൾക്ക് ഇപ്പോൾ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവാത്താണെങ്കിൽ നമുക്ക് അയാളെ ഡെഫിഷ്യൻ എന്ന് പറയാം. പക്ഷെ ഒന്നും പറഞ്ഞു കൊടുക്കാതെ എങ്ങനെയാണ് നമുക്ക് ഒരാൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെ ഇൻഫീരിയർ ആണെന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ് ഈ ഫസ്റ്റ് ടൈറ്റ് ദം ഡൗൺ ടു പൈൽ എന്ന് പറയുന്നില്ല ഒപ്പോണന്റ് ഓഫ് സതി പറയുന്നത്. സോ ഇനി പറയുന്നത് നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഒരു ബാക്കി റിഫോമേഴ്സിനെ പറ്റിയാണ്. ഫോർ ഇൻസ്റ്റൻസ്, വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് റിഫോമേഴ്സ്, ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ, യൂസ്ഡ് ദ ആൻഷ്യന്റ് ടെക്സ്റ്റ് ടു സജസ്റ്റ് ദാറ്റ് widows could remarry. Her suggestion was adopted by British officials and law was passed in 1856 permitting widow remarriage. സോ ഈശ്വര ചന്ദ്ര വിദ്യാസാഗറിനെ പോലത്തുള്ള വേറെ ഫേമസ് ആയിട്ടുള്ള റിഫോമേഴ്സ് അല്ലെങ്കിൽ നവോത്ഥാന നേതാക്കൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആൻഷ്യൻ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞു നമ്മുടെ വിധവകൾക്ക് വീണ്ടും റീമാരി ചെയ്യാം, വീണ്ടും കല്യാണം കഴിക്കാം എന്ന് അവർ പറഞ്ഞു. ഹിസ് സജഷൻ വാസ് അഡോപ്റ്റഡ് ബൈ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ആൻഡ് ലോ വാസ് പാസ്ഡ് ഇൻ 1856. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സജഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഒഫീഷ്യൽസും അത് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് അവരൊരു 1856 ഒരു ലോ വന്നു, അതായത് പെർമിറ്റിംഗ് വിഡോ മാരേജ്, അതായത് വിധവകൾക്ക് വീണ്ടും കല്യാണം കഴിക്കാം എന്ന് പറയുന്ന ഒരു ലോ വന്നു. Those who were against remarriage of widows opposed Vidyasagar and even boycotted him. അതായത് അദ്ദേഹത്തിന് ആൾക്കാർ, അതായത് ഈ ഒരു വിദ്യാസാഗറിൻ്റെ ഈ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ എതിർത്തു. ചില ആൾക്കാർ എന്ത് ചെയ്തു? അത് ബോയ്ക്കോട്ട് ചെയ്തു. അതായത് അത് ഇങ്ങനെ
വേണ്ടാന്ന് വെച്ചു. By the second half of the 19th century, the movement in favor of widow remarriage spread to other parts of the country. In the Telugu-speaking areas of Madras Presidency, Virsalingam Pantulu formed an association for widow remarriage. So, second half of 19th century എത്തിയപ്പോഴേക്കും വിഡോ റീമാരേജിൻ്റെ കാര്യം ഫുള്ള് നമ്മുടെ ഏകദേശം കൺട്രി മൊത്തം സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ഇനി അതായത് നമ്മുടെ മദ്രാസ് പ്രസിഡൻസിയിലെ തെലുങ്കു സ്പീക്കിംഗ് ഏരിയയിൽ വീരസലിംഗം പണ്ടുലു എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ വിഡോ റീമാരേജിന് വേണ്ടിയിട്ട് പുതിയൊരു അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. അറൌണ്ട് ദ സെയിം ടൈം യങ് ഇന്റലക്ച്വൽസ് ആൻഡ് റിഫോമേഴ്സ് ഇൻ ദ ബോംബെ പ്ലഡ്ജ്ഡ് ദംസെൽസ് ടു വർക്കിംഗ് ഫോർ ദ സെയിം കോസ്. അതുപോലെ തന്നെ ബോംബെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വീണ്ടും ഇതിന് വേണ്ടിയിട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇതേ കാരണത്തിന് വേണ്ടിയിട്ട് ഇൻ ദ നോർത്ത് സ്വാമി ദയാനന്ദ സരസ്വതി ഹു ഫൗണ്ടഡ് ദി റിഫോം അസോസിയേഷൻ കോൾഡ് ആര്യ സമാജ് ഹു സപ്പോർട്ടഡ് വിഡോ റീമാരേജ്. സോ നോർത്തിലാവട്ടെ സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ആര്യ സമാജ് എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വിഡോ റീമാരേജിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യെറ്റ് ദ നമ്പർ ഓഫ് വിഡോസ് ഹു ആക്ച്വലി റീമാരേജ് റിമൈൻഡ് ലോ. അല്ലെ, എത്ര ആയാലും ഇങ്ങനെ റീമാരേജ് ചെയ്യുന്ന വിഡോസ് വളരെ കുറവായിരുന്നു. ദോസ് ഹു മാരീഡ് were not easily accepted in society and conservative groups continued to oppose the new law. അതായത് അവർ കല്യാണം കഴിച്ച ആൾക്കാരാവട്ടെ അവരെ പെട്ടെന്നൊന്നും സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കൺസർവേറ്റീവ് ഗ്രൂപ്പ്സ് ആവട്ടെ ഈ ഒരു അതായത് കൺസർവേറ്റീവ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ഉന്നത പദവിയിലുള്ള ആൾക്കാർ, അവരാണെങ്കിൽ ഈ ഒരു പുതിയ ലോയെ എപ്പോഴും ഇങ്ങനെ ഒപ്പോസ് ചെയ്തുകൊണ്ടേയിരുന്നു, അതിൽ എപ്പോഴും ഇവരെ എതിർത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഗേൾസ് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹോപ്പ്ഫുള്ളി യു എൻജോയ് ദ ക്ലാസ്. ഇത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോ സജഷൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ കമൻസൊക്കെ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഉഷാറല്ലേ, ഇങ്ങനെയായിരിക്കും ക്ലാസ് എന്നൊക്കെ അറിയുമ്പം നമുക്ക് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. അല്ലേ, അത്രയ്ക്ക് ഒരുപാട് ബേസിക്കലി ഐ എം നോട്ട് എ ടീച്ചർ അല്ലേ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഞാൻ ടീച്ചറൊന്നും അല്ല, ബട്ട് മൈ പാഷൻ ഈസ് ടീച്ചിങ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എല്ലാം എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ വെറും 14% ആൾക്കാർ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. വ്യൂവേഴ്സിൽ അതായത് 86% ആൾക്കാരും ജസ്റ്റ് കാണാതെ പോവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനകത്തുള്ള ബെല്ലൈക്കണിൽ നോട്ടിഫിക്കേഷനിൽ ഓൾ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ ആൻഡ് താങ്ക് യു സോ മച്ച്. പ്ലേലിസ്റ്റിൽ നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. താങ്ക് യു ഓൾ ദി ബെസ്റ്റ്.